ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് കുറേ ദിവസമായി ഞാൻ ഈ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാനിന്ന് ഒരു ലോങ് വീഡിയോ ആണ്, 2 ദിവസത്തെ ഒരു വീഡിയോ കേട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അത് സൂര്യ മദ്രസ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ അപ്പം ഒക്കെ ചുട്ടിട്ട് ഓനക്ക് കൊടുന്നു കൊടുക്കുക കേട്ടോ. ഓനക്ക് മദ്രസ 7:45 അവിടെ എത്തിയാൽ മതി. അപ്പോൾ എന്തായാലും രാവിലെ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു. കാരണം മദ്രസ് ഉണ്ടെങ്കിലും സ്കൂൾ ഉണ്ടെങ്കിലും എന്തായാലും നേരത്തെ നീക്കണമല്ലോ. രണ്ടും ഒരുമിച്ച് ഇല്ലെങ്കിൽ ഓള് കുറച്ച് നേരം അധികം കിടക്കാൻ പറ്റുക. ഇതിൻ്റെ ഇടയ്ക്ക് ഹെസമോള് നീച്ചിട്ടുണ്ടായിരുന്നു. ഓനക്ക് ചായ കൊടുക്കുന്ന സമയത്ത് തന്നെ. അപ്പം എനിക്ക് കൂടുതൽ അപ്പൊന്നും ചുട്ടിട്ടില്ല. അപ്പം തന്നെ ഹെസമോള് നീച്ചു. അപ്പം ഓളെ ഹാളിൽ കിടത്തിയിട്ട് യേശുവിൻ്റെ മദ്രസ്ക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുട്ടികളൊക്കെ പെയ്ക്കണ് പറഞ്ഞു. അപ്പം ഞാൻ റോട്ട് തെറ്റം ആക്കാൻ വേണ്ടിയിട്ട് നടന്ന് പോവാണ്. എന്തുട്ടേ അപ്പോൾ യേശുവിനോട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ആക്കിത്തരാം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ വേണ്ട, ഞാൻ പെയ്ക്കോളാന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ കുറച്ച് നോക്കി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പോന്നതാണ് ഞാൻ. അവന് മദ്രസ്ക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവന്. പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഹെസമോള് നല്ല കളിയില്ല കേട്ടോ. അപ്പം ഞാൻ അപ്പൊന്നും കൂടുതലായിട്ട് ചുട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം യേശുവിന് മാത്രം ചുട്ടിട്ട് അവിടെ വെച്ചിരിക്കുന്നു. പിന്നെ വന്നിട്ട് ഹെസമോൾക്ക് വേഗം ചുട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിന്ന് കുറച്ചധികം തിരുമ്പാണ്ട്. അപ്പം ഞാൻ വേഗം പോയിട്ട് രാവിലത്തെ ചായ ഒക്കെ കുടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരുമ്പാൻ വേണ്ടി പോകാൻ നിൽക്കണേ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് യേശുവിൻ്റെ കുറച്ച് ഡ്രസ്സുകളാണ്, കുറച്ച് ട്രൗസറും പാൻറ്റൊക്കെയാണ്. ഇതെനിക്ക് ഹെസമോൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരുമ്പാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം യേശു കൂടുതലായിട്ട് ഇട്ടിട്ടില്ല. കാരണം ആ ഒരു സമയത്ത് വലിപ്പം എനിക്ക് പെട്ടെന്ന് കുറഞ്ഞു. അപ്പം എനിക്ക് കളയാനും തോന്നിയില്ല. കാരണം യേശു കൂടുതലായിട്ട് ഇതൊന്നും ഇട്ടിട്ടില്ല. പാൻറ്റൊക്കെ ഇട്ടിക്കണു, പക്ഷെ അതൊന്നും എനിക്ക് കളയാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളതും ഇൻ്റെതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എല്ലാ സാധനങ്ങളും എൻ്റെ അടുത്ത് ഉണ്ടാകും. ഞാനൊരു വിധത്തിലത് കളയൂല. പിന്നെ നമുക്ക് വെക്കാനൊന്നും സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനതൊക്കെ ഒഴിവാക്കല്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് അത്യാവശ്യം നല്ലോണം തിരുമ്പാണ്ട്. കാരണം കുറച്ച് വേറെ തിരുമ്പാണ്ട്, പിന്നെ ചളി ഇല്ലതൊക്കെ കൂടുതലായിട്ട് വേറെ. അപ്പം ഞാൻ അങ്ങനെ 2 വിധമായിട്ടാണ് തിരുമ്പാൻ നിൽക്കുന്നത്. അപ്പോൾ ഇനി തിരുമ്പിയ തുണികൾ ഒലുമ്പിയിട്ട് കല്ലുമ്മ തന്നെ വെച്ചേക്കാണ്. കുറച്ച് വെള്ളം പോവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആ ഒരു സമയത്ത് യേശു മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഓന് സൈക്കിളിന് കാറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓൻ എന്നോട് ഇങ്ങനെ പരാതി പറയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം പഞ്ചറായിട്ട് അതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഓന് മുന്നിൽ കാറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പരാതി ഇങ്ങനെ പറഞ്ഞിരിക്കുക കേട്ടോ. അതിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. അപ്പം ഇനി എനിക്ക് എന്തായാലും ഓൻ്റെ ബർത്ത്ഡേയാണ് വരുന്നത് മാർച്ചിൽ. അപ്പോൾ വാങ്ങിത്തരാം സൈക്കിള് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തുണികൾ തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മണിക്കൂറിന് ശേഷം കേട്ടോ ഞാൻ തോരിടാൻ വേണ്ടിയിട്ട് എടുക്കണത്. ആ ഒരു സമയത്ത് ഞാൻ കല്ലുമ്മ വെച്ചിട്ട് പോയിക്കുന്നു. അങ്ങനെ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കൂട്ടാണ്ടാക്കാൻ വേണ്ടി വരാട്ടെ. ചോറ് ഇതിൻ്റെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയും തക്കാളിയും വാട്ടാണ്. അതേപോലെ തന്നെ മുട്ട പുഴുങ്ങിയതുകൊണ്ട് അങ്ങനെ ഏകദേശം ഒരു
അങ്ങനെ ഓലെ രണ്ടാളെയും ഉറങ്ങലൊക്കെ കഴിഞ്ഞതിന് ശേഷം 4 മണിക്കത്തെ സ്നാക്സും ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ രണ്ടാളും കളിച്ചാൽ നിൽക്കുകയാണ്. അപ്പോൾ ഇസുവാണെന്നുണ്ടെങ്കിൽ കുറേ ആയി സ്കേറ്റിങ് ഓടിച്ചിട്ട് പറഞ്ഞിട്ട് ഓന് അത് ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഹെസമോളാണെന്നുണ്ടെങ്കിൽ മുറ്റത്താണ്. അങ്ങനെ ഏകദേശം ഒരു മഗ്‌രിബ് വരെ ഓല് രണ്ടാളും കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടൗണിൽ പോവാണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇസുവിൻ്റെയും ഹെസമോളെയും മുടിയൊന്ന് വെട്ടണം. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ തിങ്കളാഴ്ച നാളെ സ്കൂളും ഉണ്ടല്ലോ. അപ്പോൾ ഇസുവിൻ്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹെസമോള് ആദ്യം ഇരുത്താൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ അയച്ചില്ല. അപ്പോൾ മുടി ചെറുതായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല കളിയിലാണ്. അങ്ങനെ ഏകദേശം ഒരു 8-8:30 സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസമുള്ള വീഡിയോ കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളും മദ്രസും ഒക്കെ ഉണ്ട്. ഇസുവാണെന്നുണ്ടെങ്കിൽ മദ്രസ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇസുവിനെ മദ്രസ്ക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ എനിക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കൂട്ടാനുണ്ടാക്കുകയാണ്. ഇന്ന് വാഴക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാമല്ലോ. ഓനിക്കും കൊണ്ടുപോവാം, ബാക്കിയുള്ളവർക്ക് കൊടുക്കുക വിചാരിച്ചിട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഹെസമോള് നല്ല ഉറക്കത്തിലാണ്. കാരണം ഓള് ഇന്നലെ വൈകിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓള് നീച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇസു മദ്രസ്ക്ക് പോയിട്ടും ഓള് നീച്ചിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഓൾക്കുള്ള അപ്പവും കാര്യങ്ങളൊന്നും ഞാൻ ചുട്ടിട്ടുണ്ടായിരുന്നില്ല. ചട്ടിന്നാണെങ്കിൽ കിട്ടണമില്ല വല്ലാതെ. എന്നാലും രാവിലെ ഒരുവിധം ഇസുവിന് വേണ്ടിയിട്ട് അപ്പം ചുട്ട സമയത്ത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുകയെന്നതും. അങ്ങനെ ഒരു സൈഡിൽ അപ്പം ചുടുന്നുണ്ട്, മറ്റേ സൈഡിൽ ഞാൻ ഉപ്പേരി വെക്കട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി. പിന്നെ അത് തൂമിക്കാണ്. അങ്ങനെ ഇസു മദ്രസ വിട്ട് വന്നതിന് ശേഷം ഓന് യൂണിഫോം ചോദിച്ചു. അപ്പോൾ അതിന് തുണികളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അയലുമെന്ന്. അപ്പോൾ ഓൻ്റെ യൂണിഫോം മാത്രം എടുത്ത് കൊണ്ടുവരികയാണ് ഇനി. അങ്ങനെ ഇസു സ്കൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കണേ. ഹെസമോള് നീച്ച പാടാട്ടോ. ഓള് ചായയും കടിയൊന്നും കുടിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഇസുവിനെ ഓട്ടോയിലാക്കി തിരിച്ച് ഞങ്ങൾ പോകുന്നു കേട്ടോ, ഞാനും ഹെസമോളും. പിന്നെ അപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. ഹെസമോളാണെന്നുണ്ടെങ്കിൽ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ വന്നതിന് ശേഷം അവൾക്ക് വേഗം ചായ കൊടുക്കണം. കാരണം സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഹെസമോൾക്ക് വേഗം ചായയൊക്കെ കൊടുത്തതിന് ശേഷം അടിച്ചുവരെ തുടക്കാൻ വേണ്ടി നിൽക്കണം. കാരണം ഒരു 12 മണിയാകുമ്പോഴത്തേന് എനിക്ക് പല്ല് ഡോക്ടറെ അടുത്ത് പോകാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ബാക്കിയുള്ള ജോലിയൊക്കെ തീർക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഹെസമോളെയും കൂട്ടി പല്ല് ഡോക്ടറെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. കൂടുതലായിട്ട് ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഒരു വൈകുന്നേരമുള്ള സമയത്ത് തുണികളൊക്കെ എടുത്തേക്കാണോ, അതാണ് ഈ കാണുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ ബൈ.